ഒരു മനുഷ്യന്റെ മനസ്സിനെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിവുള്ള പ്രധാന തിരിച്ചറിവുകളിലൊന്നാണ് കുറ്റബോധം എന്ന് പറയുന്നത്. താൻ ചെയ്തിരുന്നത് ഒരു വലിയ തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് പിന്നെ ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് മഹാനായ ഫ്യോദർ ദസ്തയേവ്സ്കി എന്ന എഴുത്തുകാരൻ കുറ്റവും ശിക്ഷയും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചില മനുഷ്യരുണ്ട്, അവരൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം അവരെ റീതിങ്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് താൻ ചെയ്ത കുറ്റത്തെ ഒന്നുകൂടെ പുറകിലോട്ട് ചിന്തിച്ച് വിശകലനം ചെയ്യുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ആ ഒരു വിശകലനത്തിലൂടെ അന്ന് ചെയ്യുന്ന തെറ്റ് മതിയായ ഒരു കാരണത്തോടുകൂടെ അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആ മനുഷ്യൻ മാനസികമായി തകരാൻ ആരംഭിക്കുകയാണ്. കാരണം കുറ്റബോധം എന്ന നിലയില്ലാത്ത കയത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങുകയാണ്. അങ്ങനെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരുവന് തിരിച്ചു പഴയ ജീവിതത്തിലേക്ക് വരിക എന്നത് വളരെ പ്രയാസകരമായ ഒന്ന് തന്നെയാണ്. തന്റെ ശ്രമങ്ങൾ ഓരോന്നും പരാജയപ്പെടുന്നു. ഒരുപക്ഷെ അയാൾ ഭ്രാന്തനായേക്കാം, അല്ലെങ്കിൽ അയാൾ ലഹരിക്ക് അടിമയായേക്കാം, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ തന്നെ ചെയ്തെന്നും വരാം. ഇങ്ങനെ പല വഴികളിലൂടെ സഞ്ചരിച്ച് അയാൾക്ക് അയാളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ കുറ്റബോധമെന്ന ആഴക്കടലിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് മനുഷ്യന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ: ഏറ്റുപറച്ചിൽ, അതായത് കുറ്റസമ്മതം. താൻ ചെയ്ത തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ലോകർക്ക് മുന്നിൽ വിളിച്ചു പറയുക. തന്റെ കുറ്റം സ്വയം സ്വീകരിക്കുക. തന്റെ തെറ്റിനെ നിയമപീഠത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ സ്വയം സ്വീകരിക്കുക. എത്ര മനോഹരമായും വിശദമായുമാണ് മഹാനായ ദസ്തയേവ്സ്കി ഒരു മനുഷ്യന്റെ കുറ്റബോധ മനസ്സിനെ അതിന്റെ ആന്തരിക ഘടനകളിലൂടെ കുറ്റവും ശിക്ഷയും എന്ന പുസ്തകത്തിലൂടെ വിവരിച്ചിരിക്കുന്നത്. കേവലം 9 ദിവസത്തെ ദൈർഘ്യത്തിൽ റസ്കോൾനിക്കോവ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് കുറ്റവും ശിക്ഷയും എന്ന നോവലിലൂടെ ദസ്തയേവ്സ്കി ഇവിടെ എഴുതിയിരിക്കുന്നത്. പഠനം പൂർത്തിയാക്കാത്ത നിയമ വിദ്യാർത്ഥിയായ റസ്കോൾനിക്കോവ് തന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കൊല നടത്തുന്നു. അലോന ഇവനോവ്ന എന്ന വൃദ്ധസ്ത്രീയെ തന്റെ മഴുവിന് ഇരയാക്കുന്നു. മനഃപൂർവ്വമല്ലെങ്കിലും ആ സമയത്ത് അവിടെ കയറി വന്ന ലിസവെത്തെ എന്ന വൃദ്ധയുടെ സഹോദരിയെ കൂടെ അയാൾക്ക് കൊല്ലേണ്ടതായിട്ട് വരുന്നു. ഇരട്ട കൊലപാതകങ്ങൾക്ക് ശേഷം അയാൾ അവിടെ നിന്ന് സ്ഥലം വിടുന്നു. സാക്ഷികളും തെളിവുകളും അയാൾക്ക് സുരക്ഷിതത്വം നൽകി. കാരണം അയാൾ കൊല ചെയ്തതായോ അല്ലെങ്കിൽ അയാൾ അവിടെ പോയതായോ ഒരു തെളിവുകളും അവശേഷിച്ചിരുന്നില്ല. എന്നാൽ തന്റെ മനസാക്ഷിയുടെ മുന്നിൽ അയാൾ കുറ്റക്കാരൻ തന്നെയായിരുന്നു. ക്രമേണ താൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി അയാൾ മനസ്സിലാക്കുകയും താൻ എത്രത്തോളം ഒളിപ്പിച്ചു വെച്ചാലും തന്റെ മനസാക്ഷിക്ക് മുന്നിൽ താൻ ഒരു കുറ്റക്കാരൻ തന്നെയാണെന്ന് അയാൾ തിരിച്ചറിയുകയും മാലോകർക്ക് മുന്നിൽ അയാൾ അയാളുടെ കുറ്റസമ്മതം വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഇത്രയുമാണ് കുറ്റവും ശിക്ഷയും എന്ന പുസ്തകത്തിലൂടെ ദസ്തയേവ്സ്കി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു കുറ്റം ചെയ്തതിനു ശേഷമുള്ള അയാളുടെ മാനസികാവസ്ഥയും ആ മാനസികാവസ്ഥ അയാളെ ഏതൊക്കെ രീതിയിൽ നയിക്കുന്നുവെന്നും വളരെ ലളിതമായി വളരെ ആശയപരമായും തന്നെയാണ് ദസ്തയേവ്സ്കി ഈ ഒരു പുസ്തകം വിവരിച്ചിരിക്കുന്നത്. ഈ നോവലിനെ മാറ്റുകൂട്ടുന്നതിനായിട്ട് കുറച്ചധികം കഥാപാത്രങ്ങൾ റസ്കോൾനിക്കോവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അപ്രത്യക്ഷമായി തന്നെ റസ്കോൾനിക്കോവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അഭിസാരികയായ സേന്യയും കാതറിനും അതുപോലെ തന്നെ തന്റെ ഉറ്റ സുഹൃത്തായ റസമുഖിനുമൊക്കെ തന്റെ കുറ്റസമ്മതത്തിൽ ഏറെ പങ്കുവയ്ക്കുന്ന ഒന്നാണ്